ടെക്നോയുടെ ടെക്നോ പോവ നിയോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മികച്ചൊരു ഫോണാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ നിയോ എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ടെക്നോ പോവ നിയോയിൽ 6.8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിലെ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം മിക്ക ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചറിൻ്റെ കൂടെ തന്നെ AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G31, അതുപോലെ തന്നെ സാംസങ് M21 2021 എഡിഷൻ എന്നീ ഫോണുകളിലൊക്കെ ഈ ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സിൽ, അതായത് ഫുൾ HD റെസൊല്യൂഷൻ, പഞ്ചോൾ ഡിസൈൻ, കൂടിയ റിഫ്രഷ് റേറ്റ്, ഇതിൽ 3എണ്ണത്തിൽ ഏതെങ്കിലും 2 ഫീച്ചേഴ്സെങ്കിലും അവർക്ക് ഈ ഒരു ഫോണിൽ കൊടുക്കായിരുന്നു. എന്നാൽ അവർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.1 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗീക്ക് ബ്ലൂ, ഒബ്സിഡിയൻ ബ്ലാക്ക്, അതുപോലെ തന്നെ പവർ ബ്ലാക്കും. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G25 എന്ന പ്രൊസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറാണോ ഈ പ്രോസസ്സർ എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. ഇത് സാധാരണ 7,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 8,000 രൂപയ്ക്കൊക്കെ താഴെ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പം മികച്ചൊരു പ്രോസസ്സറും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ 6 GB റാമൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കൂടുതൽ റാം എന്നുള്ള ഫീച്ചറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പം അത്രയും നല്ലൊരു പ്രോസസ്സറൊന്നും കൊടുക്കാതെ കൂടുതൽ റാം കൊടുത്തുകൊണ്ട് അത്രയും നല്ല പെർഫോമൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല. മെയിനായിട്ടുള്ള കാര്യം പ്രോസസ്സറാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ റാം കുറച്ച് കുറഞ്ഞാലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ സെലക്ട് ചെയ്യുക. അതാവുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കാം. പിന്നെ ചിലപ്പം ഈ ഒരു ഫോണിൽ 6 GB റാം കൊടുത്തത് 13,000 രൂപ പ്രൈസ് വെച്ചാൽ 6 GB റാം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിൽ കൂട്ടാനായിരിക്കും. അതുകൊണ്ട് പെർഫോമൻസ് അതിന് മാത്രം കൂടിക്കൊള്ളണം എന്നില്ല. പിന്നെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G25 എന്നുള്ള പ്രോസസ്സറിൻ്റെ കൂടെ 6 GB റാമൊക്കെ വേണോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ മെംഫ്യൂഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 6000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ബാറ്ററി സ്പെസിഫിക്കേഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. പിന്നെ ഈ ഒരു ഫോൺ മേടിക്കുമ്പം 1,499 രൂപയുടെ ടെക്നോയുടെ ഇയർബഡ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ജനുവരി 22 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോവ നിയോ എന്ന ഫോണിൽ അത്ര മികച്ച ഫീച്ചേഴ്സൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകൾ റെക്കമെൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണുകൾ ഒന്ന് മോട്ടോ G31. അതിലാണെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്, 50 മെഗാ പിക്സലിലെ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ M21 2021 എഡിഷൻ, അതിലും ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, അതിലും 6000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 30 എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഒരു 500 രൂപയും കൂടി കൂട്ടിയാൽ വളരെ മികച്ച ഫീച്ചേഴ്സ് അതിലും വരുന്നുണ്ട്. പിന്നെ റെഡ്മിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 സീരീസിൽ ചില ഫോണുകളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പം എന്തായാലും ടെക്നോ പോവ നിയോ എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.